നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ സവാള ഗൾഫിൽ വില കുറഞ്ഞില്ല, പ്രവാസികൾ ബുദ്ധിമുട്ടിൽ. പാചകവാതകം ചോർന്നു, ദമാമിലെ ഫ്ളാറ്റിൽ പൊട്ടിത്തെറി, 3 മരണം. തൃശൂർ ജില്ലാ സൗഹൃദവേദി ഓണാഘോഷം, ഓണത്താളം 2024. സീസണൽ പനിയിൽ നിന്നും രക്ഷ നേടാം, സൗജന്യ കുത്തിവെപ്പുമായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ട് വിനോദ കേന്ദ്രമാക്കി മാറ്റാൻ നീക്കം. UAE-യിൽ 2023 മോട്ടോർ സൈക്കിൾ അപകടങ്ങൾ 783, മരണം 42. ബോധവൽക്കരണം ഫലം കണ്ടു, ഷാർജയിൽ അപകടം കുറഞ്ഞു. ഇന്ത്യൻ സവാള ഗൾഫിൽ വില കുറഞ്ഞില്ല, പ്രവാസികൾ ബുദ്ധിമുട്ടിൽ. ഇന്ത്യ സവാള കയറ്റുമതി നിയന്ത്രണം നീക്കി 2 ആഴ്ച പിന്നിട്ടിട്ടും ഗൾഫിൽ വില കുറഞ്ഞില്ല. വിവിധ കച്ചവട സ്ഥാപനങ്ങളിൽ 6.45 ദിർഹമാണ് ശരാശരി വില. ഒരു വർഷമായി ഇന്ത്യൻ സവാളയുടെ വില പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നേരത്തെ 2 ദിർഹത്തിന് വരെ സവാള ലഭിച്ചിരുന്നു. 2023 ഒക്ടോബറിലാണ് ഇന്ത്യയിൽ സവാളയുടെ വിലക്കയറ്റം തടയുന്നതിന് മിനിമം കയറ്റുമതി വില കേന്ദ്രം നിശ്ചയിച്ചത്. കിലോയ്ക്ക് 20 രൂപയിൽ താഴെ കയറ്റുമതി അനുവദിച്ചിരുന്നില്ല. ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. പാചകവാതകം ചോർന്നു, ദമാമിലെ ഫ്ളാറ്റിൽ പൊട്ടിത്തെറി, 3 മരണം. സൗദി അറേബ്യയിലെ ദമാമിലെ അൽ നക്കിൽ ഡിസ്ട്രിക്റ്റിൽ ഫ്ളാറ്റിൽ പാചകവാതകം ചോർന്നുണ്ടായ പൊട്ടിത്തെറിയിൽ 3 പേർ മരിച്ചു, 20 പേർക്ക് പരിക്കേറ്റു. വാടകയ്ക്ക് നൽകുന്ന ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ കെട്ടിടത്തിലെ 3-ാം നിലയിലെ ഫ്ളാറ്റിലാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റവരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ട്. പാചകവാതക ചോർച്ചയെ തുടർന്നാണ് ഫ്ളാറ്റിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായതെന്നും തീയണച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെന്നും സിവിൽ ഡിഫൻസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദമാം. തൃശൂർ ജില്ലാ സൗഹൃദവേദി ഓണാഘോഷം, ഓണത്താളം 2024. തൃശൂർ ജില്ലാ സൗഹൃദവേദിയുടെ ഓണാഘോഷമായ ഓണത്താളം 2024 2 ഘട്ടങ്ങളായി നടന്നു. പ്രവർത്തകർ ഖത്തറിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പൂക്കളം സഫാരി മാളിൽ ഒരുക്കി. തൃശൂർ ജില്ലാ സൗഹൃദവേദി പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഖത്തറിലെ ഇന്ത്യൻ അംബാസഡർ വിപുൽ ഓണാഘോഷത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. രക്ഷാധികാരിയും നോർക്ക റൂട്ട്സ് ഡയറക്ടറുമായ JK മേനോൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. സീസണൽ പനിയിൽ നിന്നും രക്ഷ നേടാം, സൗജന്യ കുത്തിവെപ്പുമായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം. ഗൾഫ് മേഖലയിലെ കാലാവസ്ഥ മാറ്റത്തിലേക്ക് നീങ്ങുകയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്നും പതിയെ തണുപ്പിലേക്ക് നീങ്ങുന്ന ദിനങ്ങളാണ് ഇനി. ഈ മാറ്റത്തിനിടയിൽ പനിയും ചുമയും ജലദോഷവും വില്ലനായി എത്തും. രോഗത്തെ പ്രതിരോധിക്കാനുള്ള ക്യാമ്പയിനുമായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം. പനി, ചുമ, ജലദോഷം ഉൾപ്പെടെ അസുഖങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ, പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ എന്നിവരുമായി സഹകരിച്ച് പൊതുജനാരോഗ്യ മന്ത്രാലയം വാർഷിക സീസണൽ പനിക്കെതിരായ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ട് വിനോദ കേന്ദ്രമാക്കി മാറ്റാൻ നീക്കം. ബഹ്റൈനിലെ പ്രധാന വിമാനത്താവളം വിനോദ കേന്ദ്രമാക്കി മാറ്റാൻ നീക്കം. രാജ്യത്തിലേക്കുള്ള ഒരു പ്രധാന എൻട്രി പോയിന്റ് എന്ന നിലയിൽ ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രാദേശിക ബിസിനസ്സുകളെയും ഉൽപ്പന്നങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇടമായി മാറ്റുക എന്നതാണ് ലക്ഷ്യമെന്ന് മുഹറഖ് മുനിസിപ്പൽ കൗൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അൽ നാർ പറഞ്ഞു. യാത്രക്കാർക്ക് മാത്രമല്ല, യാത്ര ചെയ്യാത്ത സന്ദർശകർക്കും ലോകോത്തര റീറ്റെയിൽ, ഡൈനിങ്,
വിനോദം എന്നിവ അനുഭവിക്കാൻ കഴിയുന്ന മൾട്ടി ഫങ്ഷണൽ സൗകര്യവുമുള്ള കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ പരിവർത്തനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ജിദ്ദ. UAE-യിൽ 2023 മോട്ടോർ സൈക്കിൾ അപകടങ്ങൾ 783, മരണം 42. കഴിഞ്ഞ വർഷം UAE-യിൽ 783 മോട്ടോർ സൈക്കിൾ അപകടങ്ങളിൽ 42 പേർ മരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം. 20 ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളും ഇതിൽപ്പെടുന്നു. 1020 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. അമിത വേഗം, വാഹനമോടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം, സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാതിരിക്കൽ എന്നിവയാണ് അപകടത്തിനും മരണത്തിനും കാരണമെന്ന് അബുദാബി പോലീസ് പറഞ്ഞു. ഹെൽമറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കുന്നത് ശീലമാക്കുക, വാഹനം പതിവായി അറ്റകുറ്റപ്പണി നടത്തുക, ടയറുകളുടെയും ലൈറ്റിന്റെയും കാലപരിധി ഉണ്ടെന്ന് ഉറപ്പാക്കുക, നിരോധിത മേഖലകളിൽ ഡ്രൈവ് ചെയ്യാതിരിക്കുക, മറ്റു വാഹനങ്ങളിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കുക എന്നിവയാണ് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർക്കുള്ള മറ്റു നിർദ്ദേശങ്ങൾ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ബോധവൽക്കരണം ഫലം കണ്ടോ? ഷാർജയിൽ അപകടം കുറഞ്ഞു. സുരക്ഷാ ബോധവൽക്കരണം ഫലം കണ്ടെന്ന് വ്യക്തമാക്കി. ഷാർജയിൽ ഈ വർഷം ആദ്യ 6 മാസത്തിനിടെ അപകട മരണ നിരക്ക് 15% കുറഞ്ഞു. ട്രാഫിക് ആൻഡ് പെട്രോൾസ് വകുപ്പ് പുറത്തിറക്കിയ സ്ഥിതിവിവര കണക്കിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. റോഡ് സുരക്ഷാ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഗതാഗത വിഭാഗം വിവിധ വകുപ്പുകളുമായി ചേർന്ന് ഒന്നിലേറെ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.